ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു തന്തൂരി ചിക്കൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. ലെഗ് പീസ് തന്നെ വേണമെന്നില്ല, ഏത് പീസാണെങ്കിലും കുഴപ്പമില്ല. കുറച്ച് വലുതാക്കി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കണം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ നാരങ്ങാനീര്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ ചിക്കനിൽ നല്ലപോലെ പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് മസാലയൊക്കെ നല്ലപോലെ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി അതിൻ്റെ സ്ട്രക്ചർ മാറിപ്പോകും. ഇത് കുറച്ച് ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പം ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ പാനിൽ ഓയിലൊന്ന് മാറ്റിയതിന് ശേഷം ചിക്കൻ ഇതിലേക്ക് തന്നെ ഒന്ന് വച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചിക്കൻ ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാത്രം വെച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചാർക്കോൾ കത്തിച്ച് വെച്ചു കൊടുക്കുന്നുണ്ട്, അതായത് കനൽ കത്തിച്ച് വെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് പുകഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. പുക വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഈ പാത്രം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റ് ഇതുപോലെ ഒന്ന് മൂടി വയ്ക്കണം. അപ്പോൾ ആ പുകയുടെയൊക്കെ ഒരു സ്മെല്ല് ഈ ചിക്കനിലൊക്കെ നല്ല പോലെ ഒന്ന് പിടിച്ചു വരും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇനി നമുക്ക് ഈ ചാർക്കോൾ എടുത്ത് മാറ്റാം. ഇപ്പോൾ ആ ചിക്കനും ചാർക്കോളിൻ്റെ സ്മെല്ലും ഒക്കെ കൂടി ബ്ലെൻഡായിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ചിട്ട് നമുക്ക് പാനിൽ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.